എടുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവ് കാൽവറിയുടെ കൊലക്കളത്തിൽ വെച്ച് പറഞ്ഞ 7 മൊഴികളായിരുന്നു ഇന്നലെ രാത്രി നമ്മൾ ധ്യാനിച്ചു തുടങ്ങിയത്. ഒന്നാമത്തെ മൊഴി, യഹൂദന്മാർ ഒരിക്കൽ പോലും കേൾക്കാത്തൊരു ശബ്ദം. അതാണ് ഒന്നാമത്തെ മൊഴി. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. രണ്ടാമത്തെ മൊഴി, കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവൻ അനുദപിച്ച് കർത്താവിനെ വിളിച്ചപ്പോൾ ഇന്ന് നീ എന്റെ കൂടെ പർദീസായിൽ ഇരിക്കും എന്ന് യേശു കർത്താവ് അവനോട് പറഞ്ഞ രണ്ടാമത്തെ മൊഴി. മൂന്നാമത്തെ മൊഴി, യേശു കർത്താവിന്റെ അമ്മ മറിയയും പ്രിയ ശിഷ്യനാകുന്ന യോഹന്നാനും യേശു കർത്താവിന്റെ ക്രൂശിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയം യേശു കർത്താവ് മറിയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. ബൈബിൾ പറയുന്നു, അന്നു മുതൽ അവൻ അവളെ വീട്ടിൽ കൈക്കൊണ്ടു. എത്ര ശ്രേഷ്ഠമാണ്! ക്രൂശിൽ രക്തധാരിയായി കിടക്കുന്ന സമയത്തും ആ മറിയയുടെ ഒരാവശ്യം നിറവേറ്റാൻ എന്റെ കർത്താവ് തയ്യാറായെങ്കിൽ, എന്ന് വെച്ചാൽ യാക്കോബ്, യോസെ, യൂദാ, ശിമോൻ മക്കൾ 4 പേർ വേറെയുണ്ടെങ്കിലും അവരാരും വീട്ടിൽ സ്വീകരിക്കാതിരിക്കുന്ന സമയവും ക്രൂശിക്കപ്പെട്ട നസറായനായ യേശു രക്തധാരിയായി അവിടെ കിടന്നുകൊണ്ട് മറിയെ യോഹന്നാന്റെ വീട്ടിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കാൻ ഓടി വന്ന ദൈവമക്കളോട് പറയുന്നു, നിന്റെ ആവശ്യം എന്താണെങ്കിലും അവൻ ശാന്തിക്കാതെ പോകയില്ല. നിന്റെ ആവശ്യം ഇന്ന് രാത്രി ഏതാണെങ്കിലും ഈ രാത്രി അവൻ നിന്നെ കാണാതെ പോകത്തില്ല. സൗന്ദര്യം കണ്ട് നിൽക്കുന്ന നാമങ്ങൾ കാണാം, പണം കണ്ട് നിൽക്കുന്ന നാമം കാണാം, പക്ഷേ കണ്ണുനീർ കണ്ട് നിൽക്കുന്ന ഭൂമിയിൽ ഏക നാമമുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന നസറായനായ യേശു എന്ന നാമമാണ്. അതുകൊണ്ട് അമ്മമാരെ, പിതാക്കന്മാരെ, യൗവനക്കാരെ, ഈ ശബ്ദ പരിധിയിൽ ഞങ്ങളെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും ഇന്ന് രാത്രി യേശു അവിടെ നിൽക്കാൻ പോകുകയാ. ഒരിക്കൽ ബർത്തമായി എന്ന് പറയുന്ന 2 കണ്ണിനും കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ വഴിയിറമ്പിൽ ഇരന്നുകൊണ്ടിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. അവന്റെ കാത് തുറന്നിട്ടുണ്ട്, കണ്ണടഞ്ഞിരിക്കുകയാ. എന്നാൽ അവൻ യേശു നടന്നു പോകുന്നു എന്ന് അറിഞ്ഞു. അവന്റെ കാതിൽ ആ വാർത്ത കിട്ടിയപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് അവൻ ഒറ്റ വിളിയാ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ. മുൻപ് നടക്കുന്നവർ അവനെ പരിഹസിച്ചു, ശാസിച്ചു, മിണ്ടാതിരിക്കാൻ കൽപ്പിച്ചു. പക്ഷെ ബൈബിൾ പറയുന്നു, എന്റെ യേശു അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, പോയി അവനെ വിളിക്കാൻ പറഞ്ഞു. യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ട, പറ. ഉടനെ അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഉടനെ യേശു പറഞ്ഞു, കാഴ്ച പ്രാപിക്കാം. വഴിയറമ്പിൽ ഇരുന്നവനെ തൊട്ടെങ്കിൽ ഇന്ന് രാത്രി ഈ ദൈവസഭ വെച്ച യോഗത്തിൽ റോഡ് സൈഡിൽ നിന്ന് എന്നെ കേൾക്കുന്ന സഹോദര, നിന്നെ തൊടാൻ യേശു ഇന്ന് രാത്രി തയ്യാറാണ്. യേശു നിന്നെ തൊടാതെ പോകത്തില്ല. അടഞ്ഞത് തുറക്കാൻ പോകുകയാ. നിന്റെ വീട്ടിൽ അവൻ വന്ന് ഇന്ന് രാത്രി തുറന്നു വരിക എന്നർത്ഥമുള്ള യഫദ എന്ന് കൽപ്പിപ്പാൻ ഇന്ന് രാത്രി അവൻ തയ്യാറാണ്. ജീവക്ഷമം പോലെ ഫ്രീസായി കിടക്കുന്ന നിന്റെ അവസ്ഥകളുടെ മുകളിലേക്ക് ആ തലീത് എടുത്തിട്ടിട്ട് ഇന്ന് രാത്രി യേശു പറയാൻ പോകുകയാ, തലീത കൂമി എന്ന് വെച്ചാൽ ജീവൻ പോയതിന് ജീവനോടെ എഴുന്നേൽപ്പിപ്പാൻ കരുത്തുള്ളവൻ ഈ രാത്രി ഈ പന്തലിൽ വ്യാപരിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിന്റെ ആവശ്യങ്ങളെ സന്ധിക്കുന്ന നസറായനായ യേശു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന് വിശുദ്ധ തിരുവെഴുത്തിൽ എത്രയോ നാമങ്ങളാ ഉള്ളതെന്നറിയാമോ? ആരും കരുതാൻ നിനക്കില്ലെങ്കിൽ അവൻ നിനക്ക് യഹോവ ജൈറയാണ്. അവൻ കരുതുന്ന ദൈവമാണ്. ആരും നിന്നെ കാണാനില്ല എങ്കിൽ അവൻ നിന്നെ കാണുന്ന യഹോവ എൽ റോയിയാണ്. പ്രൈസ് ദ ലോർഡ്. ആരും സഹായിപ്പാനില്ലെങ്കിൽ അവൻ നിനക്ക് എബനേസറാണ്. ആമേൻ. വീട് മുഴുവൻ ശൂന്യമാണ്, ഒന്നും കാണാനില്ലെങ്കിൽ എൽ ഷദായി ആയവൻ, എലോഹീമായവൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലതിനെയും വിളിച്ചു വരുത്തിയവൻ ഇന്ന് രാത്രി നിന്റെ വീടിനെ നോക്കി കൽപ്പിക്കാൻ പോകുകയാ, ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണ ശബ്ദത്താൽ സകലതിനെയും ഉളവാക്കിയ ദൈവം ഇന്ന് രാത്രി നിന്റെ ആവശ്യങ്ങളെ സന്ധിക്കാതെ പോകുകയില്ല. എത്ര ചികിത്സിച്ചിട്ടും സൗഖ്യമാകാത്തൊരു രോഗം നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ നിന്റെ ദൈവത്തിന്റെ പേര് നീ നോട്ട് ചെയ്തോ, അവൻ യഹോവ റാഫയാണ്. ജീവിതം പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പലായനം ചെയ്യുന്നെങ്കിൽ ഇന്ന് രാത്രി അവന്റെ പേര് നോട്ട് ചെയ്തോ, അവൻ യഹോവ നിസിയാണ്. അവൻ ജയത്തിന്റെ കൊടിയാണ്. ഡിപ്രഷനോ ടെൻഷനോ ഒക്കെ വന്ന് മനസ്സ് കലുഷിതമായിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരാൾ എന്നെ കേൾക്കുന്നെങ്കിൽ എഴുതി വെച്ചു, അവന്റെ പേര് യഹോവ ശമ്മയാണ്. അവൻ നിനക്ക് സമാധാനമാണ്. അവൻ നിന്റെ ആവശ്യങ്ങളെ സന്ധിക്കുന്ന ദൈവമാണ്.